60 വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷൻ നമ്മുടെ നാട്ടിൽ എന്താകും ചെയ്യുക? കിട്ടുന്ന പെൻഷനും വാങ്ങി വല്ല അമ്പല കമ്മിറ്റിയിലോ പള്ളി കമ്മിറ്റിയിലോ അംഗമായി മുട്ടുവേദനയ്ക്കുള്ള കുഴമ്പും പുരട്ടി വ്യവസ്ഥിതിയെ കുറ്റവും പറഞ്ഞ് അങ്ങനെ കാലം കഴിക്കുമല്ലേ? ഇനി ഇത്തിരി കൂടി ആരോഗ്യവും അഭിനിവേശവും ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിലിറങ്ങി ഏതെങ്കിലും ഉയർന്ന പോസ്റ്റിൽ അങ്ങനെയിരിക്കും. ചെറുപ്പക്കാർ ഇത്തരക്കാരെ കാണുന്നത് തങ്ങളുടെ വഴിമുടക്കികളായിട്ടായിരിക്കും എന്നതും വാസ്തവമാണ്. എന്നാൽ ഇങ്ങനെ ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു 62കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. ശബ്ദത്തെക്കാൾ വേഗവും ആകാശത്തിനും അപ്പുറത്തെ ഉയരവും ചക്രവാളങ്ങളുടെ മനോഹാരിതയും കീഴടക്കിയ ഒരു മനുഷ്യൻ. ഇനി എന്ത് എന്ന ഉത്തരമില്ലാത്ത ചോദ്യത്തിന് മുന്നിലും മനോഹരമായി ചിരിക്കുകയും തൻ്റെ കർമ്മങ്ങൾ തെറ്റാതെ പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഗവേഷകൻ. പ്രാർത്ഥനയേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഗവേഷകൻ. വലിയൊരു ബിൽഡപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ലളിതമായി പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന ബുച്ച് വിൽമോർ. 9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലെത്തിയ സുനിത വില്യംസിന് അധികം ആമുഖത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്ത്യൻ വംശജയായ സുനിത ലോകത്ത് അറിയപ്പെടുന്ന ബഹിരാകാശ യാത്രികരിൽ ഒരാളാണ്. അതുപോലെ തന്നെ സാഹസികനായ ബഹിരാകാശ യാത്രികനാണ് സുനിതയ്ക്കൊപ്പം തിരിച്ചെത്തിയ ബുച്ച് വിൽമോറും. തുടക്കത്തിൽ വൈമാനികനായിരുന്നു ബുച്ച്. പിന്നീടാണ് ബഹിരാകാശത്തേക്കുള്ള സ്വപ്നസഞ്ചാരം തുടങ്ങിയത്. അമേരിക്കൻ നാവികസേനയിലെ ധീരനായ പൈലറ്റിൽ നിന്ന് നാസയുടെ ബഹിരാകാശ യാത്രികനായി മാറിയ അദ്ദേഹത്തിൻ്റെ ജീവിതം സാഹസികതയുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരു ഉത്തമ ഉദാഹരണമാണ്. 60 ആണ്ടുകൾക്ക് മുമ്പാണ് ഇതിഹാസ തുല്യമായ ഈ ജീവിതത്തിൻ്റെ തുടക്കം. ബാരി യൂജിൻ ബുച്ച് വിൽമോർ എന്ന ഈ അതിസാഹസികനായ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. കാലം 1962 ഡിസംബർ 29. ടെന്നസിയിലെ മർഫ്രീസ് ബോറോയിലാണ് ബുച്ച് വിൽമോറിൻ്റെ ജനനം. പിതാവ് യൂജിൻ, അമ്മ ഫെയ്. ദമ്പതികൾക്ക് മറ്റൊരു മകൻ കൂടി ഉണ്ടായിരുന്നു. ടെന്നസിയിലെ മൗണ്ട് ജൂലിയറ്റിലുള്ള മൗണ്ട് ജൂലിയറ്റ് ഹൈസ്കൂളിൽ നിന്നാണ് വിൽമോർ ബിരുദം നേടിയത്. ടെന്നസി ടെക്കിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ സയൻസ് ബിരുദവും മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദവും നേടിയ വിൽമോർ പഠനം അവിടം കൊണ്ടൊന്നും അവസാനിപ്പിച്ചില്ല. ടെന്നസി സർവകലാശാലയിൽ നിന്ന് ഏവിയേഷൻ സിസ്റ്റംസിൽ മാസ്റ്റർ ഓഫ് സയൻസും വിൽമോർ കരസ്ഥമാക്കി. പഠനത്തിനിടയിലും കായിക വിനോദത്തിലും മിടുക്കനായിരുന്നു നമ്മുടെ ബാരി. ടെന്നസി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിൻ്റെ അംഗവും ലെറ്റർമാനും ടീം ക്യാപ്റ്റനുമായിരുന്നു വിൽമോർ. പഠനത്തിന് ശേഷം പട്ടാളത്തിൽ ചേർന്നതോടെ നമ്മുടെ ബാരിയുടെ ലക്ഷ്യങ്ങളും വളരാൻ തുടങ്ങി. ചക്രവാളങ്ങളെ മറികടക്കുക എന്നതായിരുന്നു ഒരു യോദ്ധാവ് എന്ന നിലയിൽ ബുച്ച് വിൽമോറിൻ്റെ ലക്ഷ്യം തന്നെ. US നേവൽ ടെസ്റ്റ് പൈലറ്റ് സ്കൂളിൽ നിന്നും ബിരുദം കരസ്ഥമാക്കിയ ഇദ്ദേഹം ടാക്ടിക്കൽ ജെറ്റ് എയർക്രാഫ്റ്റുകൾ 8000 മണിക്കൂറിലധികമാണ് പറത്തിയിട്ടുള്ളത്. ഇതുകൂടാതെ 663 വിമാനവാഹിനി കപ്പലുകളിൽ പോർ വിമാനങ്ങൾ ഇറക്കിയും പ്രാഗൽഭ്യം തെളിയിച്ച് ബുച്ച് വിൽമോർ പോർക്കളത്തിലും മിന്നൽ കുതിപ്പ് നടത്തിയിട്ടുണ്ട്. ഇറാഖിലെ US ഓപ്പറേഷൻ സദേൺ വാച്ച്, ഡെസേർട്ട് സ്റ്റോം, ഡെസേർട്ട് ഷീൽഡ് തുടങ്ങിയ സുപ്രധാന ദൗത്യങ്ങളിൽ വിൽമോറിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നു. US നാവികസേന ഓഫീസറായിരുന്ന വിൽമോറിനെ 2000-ലാണ് നാസ ബഹിരാകാശ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്നത്. 2009 STS-129 സ്പേസ് ഷട്ടിൽ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര. 2014 വീണ്ടും ബഹിരാകാശ നിലയത്തിലേക്ക്. അക്കാലത്ത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഫ്ലൈറ്റ് എഞ്ചിനീയറായും കമാൻഡറായും അദ്ദേഹം പ്രവർത്തിച്ചു. ഈ ദൗത്യം അദ്ദേഹത്തിൻ്റെ ബഹിരാകാശ യാത്രയ്ക്കുള്ള കരിയറിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. 2024 ജൂൺ 5 ബുച്ച് വിൽമോർ സഹയാത്രിക സുനിത വില്യംസിനൊപ്പം ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൻ്റെ ആദ്യ ക്രൂഡ് ഫ്ലൈറ്റ് ടെസ്റ്റിൽ പങ്കെടുത്തു. ഈ ദൗത്യം അദ്ദേഹത്തിൻ്റെ കരിയറിലെ മറ്റൊരു പ്രധാന നാഴികക്കല്ലായി മാറുകയായിരുന്നു. ബഹിരാകാശ നിലയത്തിൽ എക്സ്പെഡിഷൻ 71/72 ക്രൂവിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയായിരുന്നു സുനിത വില്യംസും ബുച്ച് വിൽമോറും. 286 ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത്. വെറും 8 ദിവസത്തെ ദൗത്യത്തിന് പോയ സുനിത വില്യംസും ബുച്ച് വിൽമോറും 9 മാസമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത്. അതിൻ്റെ വിശേഷങ്ങൾ ഇനി ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. നമ്മുടെ നാട്ടിൽ 60 കഴിഞ്ഞാൽ പടുകിഴവനാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ അമേരിക്കയിലെ ഈ പടുകിഴവൻ നടത്തിയ സാഹസിക ജീവിതം അദ്ദേഹത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങളും സമ്മാനിച്ചിട്ടുണ്ട് കേട്ടോ. ലെജിയൻ ഓഫ് മെറിറ്റ്, ഡിഫൻസ് സുപ്പീരിയർ സർവീസ് മെഡൽ, നാസ ഡിസ്റ്റിങ്ക്വിഷ്ഡ് സർവീസ് മെഡൽ, 2 നാസ സ്പേസ് ഫ്ലൈറ്റ് മെഡലുകൾ തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ സേവനത്തിന് ലഭിച്ചിട്ടുണ്ട്. ബുച്ച് വിൽമോർ തൻ്റെ വ്യക്തിജീവിതത്തിൽ വളരെ സ്വകാര്യത പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. ടെന്നസിയയിലെ ഹെലൻവുഡ് സ്വദേശിനിയായ ഡീന ന്യൂപോർട്ടിനെയാണ് വിൽമോർ വിവാഹം കഴിച്ചത്. ദമ്പതികൾക്ക് 2 പെൺമക്കളുമുണ്ട്. ഡാരൻ, ലോഗൻ എന്നിവർക്കൊപ്പം ടെക്സസിലെ ഹ്യൂസ്റ്റണിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ബുച്ച് വിൽമോറിൻ്റെ സംഭാവനകൾ ബഹിരാകാശ ഗവേഷണത്തിന് വലിയ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബഹിരാകാശ യാത്രയുടെ സാധ്യതകൾ വികസിപ്പിക്കുകയും മനുഷ്യൻ്റെ ബഹിരാകാശ പര്യവേഷണത്തിന് പുതിയ മാർഗങ്ങൾ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും സാഹസികതയും ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിൽ തൻ്റെ പേര് സുവർണ ലിപികളിൽ എഴുതി ചേർത്തിരിക്കുകയാണ്.